കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ അനിയത്തി ഭവാനിയാണ് ഞാൻ ഏറെ സ്നേഹിക്കുന്നത്. വെറും ഇഷ്ടമല്ല, എന്റെ ജീവനാണ്. ഇന്ന് അച്ഛനവിടെ വഴക്ക് പറഞ്ഞപ്പോ അവൾ ഒരുപാട് കരഞ്ഞു. അവളുടെ കണ്ണ് നിറഞ്ഞപ്പോ എന്റെ ഹൃദയം നിലച്ചുപോയി. ഒരിക്കലും എന്റെ പെങ്ങളുടെ കണ്ണ് നിറഞ്ഞ് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ കാര്യം അവളോട് പറയുന്നില്ല. എനിക്കെന്റെ ജോലിയിൽ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ നാട് വിട്ടു പോകേണ്ടി വരും. പക്ഷെ എന്റെ അനിയത്തി വിട്ടു പോകാൻ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്ക് പ്രൊമോഷൻ വേണ്ടെന്ന് ഞാൻ എന്റെ ബോസിനോട് പറഞ്ഞു. അതുകൊണ്ട് ഈ കാര്യം ഞാൻ എന്റെ വീട്ടിൽ ആരെയും അറിയിച്ചില്ല. എന്താ ചെയ്യുന്ന ഭവാനി? എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? അദ്ദേഹം ഇല്ലാത്തത് കൊണ്ട് ദിവസവും മരിച്ചോണ്ടിരിക്കാന്. നിന്റെ ചേട്ടനെ കുറിച്ചുള്ള ഓർമ്മ വരുമ്പോ എന്റെ മനസ്സിനത് സഹിക്കാനാവുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് വായിക്കാത്തത്. നീ എന്തിനാ ഇത് എടുത്തത്? ചേട്ടത്തി, ഏട്ടനെ കുറിച്ചുള്ള എന്തെങ്കിലും ഈ ഡയറിയിൽ ഉണ്ടാവും. അതൊക്കെ എന്തിനാ ചെയ്യുന്നേ? നീ അതൊന്നും നോക്കണ്ട, സാരമില്ല. എന്താ എടുത്തേ? എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഏട്ടന്റെ ഫ്രണ്ട് ഏട്ടന്റെ ഡയറിയെ കുറിച്ച് എന്നോട് പറഞ്ഞായിരുന്നു. ഉറപ്പായിട്ടും ഏട്ടന്റെ മിസ്സിങ്ങിനും ഈ ഡയറിക്കും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ഈ ഡയറി എനിക്ക് താഴത്തെ പ്ലീസ്. എന്തിനാ നീ വെറുതെ ഞങ്ങളെയൊക്കെ കഷ്ടപ്പെടുത്തുന്നു? ഇനി ഒരിക്കലും ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. അതാ നമുക്ക് എല്ലാവർക്കും നല്ലത്. സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. എല്ലാം മറന്നേക്ക്. എന്താ എടുത്തേ ഇത്? ഏട്ടത്തെ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഏട്ടനില്ലാതെ, ഏട്ടൻ വീട്ടിൽ തിരിച്ചു വരാതെ ഏട്ടത്തിക്ക് വിഷമം തോന്നുന്നില്ലേ? എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നീ ചെറിയ കുട്ടിയാ. ക്ഷേത്രത്തെ പറ്റി അറിയാവുന്ന ആരായാലും ഇങ്ങനെയൊക്കെ പെരുമാറൂ, ഇങ്ങനെയൊക്കെ ചിന്തിക്കൂ. എന്റെ ഭർത്താവ് ഇപ്പൊ ഇല്ല. അദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തും ഇപ്പൊ ഇല്ല. ഇന്ന് രാവിലെ നീ കണ്ടതല്ലേ അദ്ദേഹം മരിച്ചുപോയത്? എടുത്തേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. സത്യം എന്തെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ. എടുത്ത് പ്ലീസ് എടുത്തി തരൂ. എടുത്തി പ്ലീസ് എടുത്തിത്താ. ഇല്ല. എടുത്തി 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 മതി, ഒന്ന് നിർത്ത. നിന്റെ ചേട്ടൻ ഇല്ലാത്തോണ്ട് ഞാൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അദ്ദേഹത്തെ അന്വേഷിച്ച് നടന്ന് നിനക്ക് എന്തെങ്കിലും സംഭവിച്ച അത് താങ്ങാനുള്ള ശക്തി ഇവിടെ ആർക്കും ഇല്ല ഭവാനി. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എടുത്തി. എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത്. അവസാനം എന്ത് സംഭവിച്ചു? ഇത്രയും കാലം ആരാണോ എനിക്ക് ധൈര്യം തന്നത് ആ ആളിപ്പ് ജീവനോടെ ഇല്ല. ആരെന്ത് പറഞ്ഞാലും അത് കേൾക്കാൻ നിൽക്കാതെ മനസ്സ് പറയുന്ന പോലെ പ്രവർത്തിച്ചു. അങ്ങനെ ചെയ്തതുകൊണ്ടാ എന്റെ ജീവിതം എങ്ങനെയായി പോയത്. ആ ഡയറി വായിച്ച് നിന്റെ ഏട്ടനെ പോലെ ഇറങ്ങി തിരിക്കാൻ തീരുമാനിച്ച എന്നെ പോലെ തന്നെ ഈ വീട്ടിലുള്ള എല്ലാവരും വിഷമിക്കും. എനിക്കുണ്ടായ വിഷമം ഇപ്പൊ മാറി വരുന്നേയുള്ളൂ. ഇനിയും എന്നെ വേദനിപ്പിക്കരുത് മോളെ. കൂടുതൽ ഇനി കഷ്ടപ്പെടുത്തരുത്. ദയവ് ചെയ്ത് ഇങ്ങനെയെങ്കിലും ജീവിക്കാൻ അനുവദിക്കും. എനിക്കും എന്റെ മകനും ഒരു പ്രശ്നവും വരുത്തരുത്. ദയവ് ചെയ്ത് നീ പറയുന്നത് കേക്ക്.
കേൾക്കുന്നുണ്ടോ? നിന്നെ കാണാതെ ഒരു നിമിഷം പോലും എനിക്ക് തള്ളി നീക്കാനാവില്ല. മല്ലി, ഞാനായിട്ട് അവിടേക്ക് വരാനിരുന്നതാ. എന്നാലും എനിക്ക് വേണ്ടി നീ ഇത്രയും ദൂരേക്ക് വന്നല്ലോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞിരിക്കാൻ ഒരു നിമിഷം പോലും സാധിക്കില്ല. ഇതാണ് പ്രണയം. നമ്മളിങ്ങനെ പിരിഞ്ഞിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നിന്റെ മനസ്സിലുള്ള വേദന നിന്റെ കണ്ണുകളിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശരിയല്ലേ മല്ലി? നാളെ കഴിഞ്ഞാൽ നാഗചതുർത്ഥിയാ. നമ്മുടെ നാഗഗണം വളരെ സന്തോഷത്തോടെ ആഘോഷിച്ചു വരുന്ന ദിവസമാ. പക്ഷെ ഇത്തവണ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ അത് ആഘോഷിക്കാൻ സാധിക്കില്ലല്ലോ. അതിനുള്ള ഭാഗ്യം എനിക്കില്ല. നാഗലോകത്തിലേക്ക് കാലെടുത്ത് വെക്കരുതെന്ന് എന്റെ അച്ഛൻ എന്നോട് കൽപ്പിച്ചിരിക്കുകയല്ലേ. നിന്നെ ഈ നാഗലോകത്ത് നിന്ന് വിലക്കുകയാണ്. നാഗിനിയായ ഞാൻ ഇപ്പൊ ഇങ്ങനെ ആരും കൂടെ ഇല്ലാതെ ഒറ്റയ്ക്കായില്ലേ? നിന്റെ മനസ്സിൽ ഞാനും എന്റെ മനസ്സിൽ നീയും ഉള്ളപ്പോ നിനക്ക് എങ്ങനെ തനിച്ചിരിക്കാൻ കഴിയുമല്ലേ? നിന്റെ ജീവനെ സംരക്ഷിക്കാൻ ഈ ഞാനുള്ളിടത്തോളം നീ എന്തിനാ ഭയക്കുന്നേ? ഇത് ഭയമൊന്നുമല്ല. എനിക്കിപ്പോ ഒരു ശക്തിയില്ലാത്ത കാരണം എന്റെ കൺമുന്നിൽ എന്ത് തെറ്റ് നടന്നാലും ശരി, തെറ്റ് ചെയ്യാത്ത ഒരാളുടെ ജീവൻ എടുക്കുന്നത് കണ്ട കൂടി എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കഴിവില്ലാത്ത ഒരാളെ പോലെ തൂക്കി നിൽക്കേണ്ട അവസ്ഥയാ എനിക്ക്. ആരുടെ ജീവൻ എടുത്തു? എന്താ സംഭവിച്ചത് മല്ലി? ആ ഭവാനി എവിടെ പോകുന്നു, ആരെ കാണാൻ പോകുന്നു അറിയാൻ വേണ്ടിട്ട് ഇന്നലെ രാത്രി ഞാൻ ഭവാനിയുടെ പിന്നാലെ പോയി. ഗ്രാമത്തിന് പുറത്ത് ഇതാ നടന്നത്. ആരൊക്കെയോ വേണമെന്ന് വെച്ച് പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് പലരെയും കൊല്ലുവാണ്. തെറ്റൊക്കെ അവര് ചെയ്തിട്ട് നമ്മൾ നാഗഗണത്തിന് മേൽ കുറ്റം ചുമത്തുകയാ. നീ പറയുന്നതെല്ലാം കേൾക്കുമ്പോ നാഗഗണത്തെ പൂജിക്കുന്നവരല്ല, നാഗങ്ങൾക്കെതിരെ തിരിയാൻ വേണ്ടിയാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. അവരെ ഇങ്ങനെ വെറുതെ വിട്ടാൽ ഞങ്ങളെ രക്ഷിക്കുന്നു പറഞ്ഞ് നമ്മുടെ മുന്നിൽ വന്ന് കരഞ്ഞവരല്ല, നമുക്കെതിരെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതാരാണെന്ന് അറിഞ്ഞേ മതിയാവുമല്ലേ? അറിഞ്ഞാലും എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. പാമ്പായി മാറാൻ കഴിയുന്നതല്ലാതെ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ എനിക്കിപ്പോ കഴിയില്ലല്ലോ. ആ ജോലി ഞാൻ ചെയ്തോളാം. അതാരാണെന്ന് മനസ്സിലായാൽ അത് എത്രയും പെട്ടെന്ന് നീ എന്നെ അറിയിക്കണം. അവരുടെ കഥ ഞാൻ കഴിച്ചോളാം. എങ്കിൽ ശരി, ഞാൻ പോയിട്ട് വരാം. എന്തുപറ്റി? നീ ഇല്ലാത്ത ആ നാഗലോകത്ത് എനിക്ക് കാലെടുത്ത് വെക്കാൻ പോലും മനസ്സ് വരുന്നില്ല. പറ്റി നിനക്കില്ലാത്ത അവകാശം
എനിക്കും വേണ്ട മല്ലി. ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഞാനും ഇവിടെ അങ്ങനെ ചിന്തിക്കരുത്. നാഗരാജാവായ എന്റെ അച്ഛൻ എനിക്ക് തന്ന ഈ ശിക്ഷ അത് ലംഘിക്കുന്നത് വളരെ വലിയ തെറ്റാണ്. എന്നെ നാഗലോകത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയുന്നല്ലാതെ അങ്ങയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പുറത്താക്കാൻ കഴിയില്ല. പറയേണ്ടവര് പറയുകയാണെങ്കിൽ കേൾക്കേണ്ടവര് കണ്ടിപ്പാ കേക്കും. മോനെ അർജുൻ, മോനെ അർജുൻ, എന്താ മുത്തശ്ശി? നീ ഒന്നിങ്ങോട്ട് വന്നേ. എന്താ മുത്തശ്ശി? പറഞ്ഞോളൂ. നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. ഭവാനിയുടെ ജാതകത്തിൽ എന്തോ ഒരു ദോഷമുണ്ട്. ആ ദോഷത്തിന് പരിഹാരം ചെയ്യാതെ അവളുടെ കല്യാണം നടക്കില്ല. ആ ദോഷത്തിന് പരിഹാരമായിട്ട് അവൾ ഒരു പൂജ ചെയ്യണം. ഞങ്ങളൊക്കെ എത്ര പറഞ്ഞാല് എത്ര കെഞ്ചിയാലും ശരി, ഭവാനി പൂജ ചെയ്യാൻ സമ്മതിക്കത്തില്ല. നീ അവളോടൊന്ന് ചെന്ന് പൂജ ചെയ്യണമെന്ന് പറയണം മോനെ. ഞാനോ? ആ, നീ തന്നെ. നീ പറഞ്ഞ അവള് കേൾക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എങ്ങനെയെങ്കിലും ആ പൂജ ചെയ്തു കഴിഞ്ഞാ അവക്കൊരു നല്ല ആലോചന നോക്കി അവളുടെ കല്യാണം നടത്തണമെന്ന് ആഗ്രഹം. നിങ്ങൾ രണ്ടുപേരും വിദ്യാഭ്യാസമുള്ളവര്, ഒരേ പ്രായത്തിലുള്ളവരായതുകൊണ്ട് ഒരാള് പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാവും. എന്തെങ്കിലും പറഞ്ഞ് നീ അവളെ പൂജയ്ക്ക് സമ്മതിപ്പിക്കണം. എനിക്കും ഭവാനിക്കും ഇടയില് എന്തോ ഒരു ബന്ധമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അതിനുവേണ്ടി തന്നെയാ ഞാൻ ഇവിടേക്ക് വന്നതും. ഭവാനി എന്റേതാകണമെന്ന് ഞാൻ ചിന്തിക്കുമ്പോ മറ്റൊരാളെ വിവാഹം ചെയ്യാൻ വേണ്ടി ഞാൻ അവളെ സമ്മതിപ്പിക്കാനോ? അവളെ സമ്മതിപ്പിക്കുമെന്ന് ചോദിച്ചപ്പോ എന്തിനാ ഇത്രയ്ക്ക് ആലോചിക്കുന്നേ? അത് പിന്നെ മുത്തശ്ശി, സംസാരിക്കുന്നോണ്ട് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ഭവാനിക്ക് എന്റെ പേര് കേൾക്കുന്നതിന് ദേഷ്യം. അവൾക്ക് എന്നെപ്പറ്റി നല്ല അഭിപ്രായമൊന്നും അല്ല മുത്തശ്ശി. അങ്ങനെയുള്ളപ്പോ ഞാൻ പറയുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്ന് തോന്നുന്നു. എന്തിനാ മോനെ നീ എന്നോട് കള്ളം പറയുന്നത്? നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം എനിക്ക് അറിയില്ലെന്ന് വിചാരിച്ചു. മുത്തശ്ശിക്ക് എന്തറിയാന്ന്? ഇവിടെ ആരും അറിയാതെ നിങ്ങൾ രണ്ടുപേരും കാണാറുമുണ്ട്, സംസാരിക്കാറുമുണ്ട്. എല്ലാം ഞാൻ കാണാറുണ്ട് മോനെ. അല്ല, നിന്റെ പുറകെ നിൽക്കുന്നത് ആരാ? അവനാരാണെന്ന് എനിക്കെങ്ങനെ അറിയാനാ? സത്യമായിട്ടും അറിയില്ലേ? അയ്യോ, അവനെ പറ്റി ഞാൻ ഇങ്ങനെ അറിയാനാ? ഇതാ ഇയാളുടെ ലാപ്ടോപ്പ്. ഇറ്റ്സ് ഓക്കെ. താങ്ക് യു. പാത്തും പതുങ്ങി റൂമിന്റെ അകത്ത് പോകുന്നെങ്കിൽ എന്റെ ഡൗട്ട് കറക്റ്റാ. അതുപോലെ മുത്തശ്ശി, നിങ്ങൾ വെറുതെ ഞങ്ങളെ പറ്റി... ആരെന്ത് ചെയ്യുന്നു എന്നൊന്നും അറിയാതിരിക്കാൻ ഞാനൊരു പൊട്ടിയൊന്നുമല്ല. എനിക്കെല്ലാം അറിയാം. നീ പറഞ്ഞ ഉറപ്പായിട്ടും അവള് കേൾക്കും. നീ എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, അവളുടെ കല്യാണം നടക്കണം. പൂജയ്ക്ക് അവളെ സമ്മതിപ്പിക്കണം, അത്ര തന്നെ. മുത്തശ്ശി, അത്... ആ, വേറെ ഒന്നും നീ പറയണ്ട.
ഭംഗിയുള്ളപ്പോ ഇതെന്തിനാണാവോ എന്നെ കണ്ടോടുന്നത്? പശുക്കളുടെ കണ്ണിന് എല്ലാം ഗ്രഹിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാവാം ഞാൻ ആരാണെന്നുള്ള കാര്യം ഈ മിണ്ടാപ്രാണിക്കങ്ങ് മനസ്സിലായി. സത്യം മനസ്സിലായതിനു ശേഷം ഭയപ്പെടുന്നത് സ്വാഭാവികമാണല്ലോ. എന്റെ മുറച്ചെറുക്കൻ ഇങ്ങോട്ടാ വരാൻ പറഞ്ഞേ. എന്തിനാ വരാൻ പറഞ്ഞേ? പോയേ. ഒന്ന് നോക്ക് കുട്ടികളെ. വയ്യാത്ത ഈ അമ്മയെ ഒന്ന് സഹായിക്കും മക്കളെ. അയ്യോ, വയ്യാത്ത ആരോ ആണെന്ന് തോന്നുന്നു. നടക്കാൻ നല്ല പ്രയാസമുള്ളതുപോലെ. നമ്മളോട് സഹായം ചോദിച്ചതല്ലേ, നമുക്ക് അങ്ങോട്ട് ചെന്നാലോ? നേരെ ഇരുട്ടി വരിക. അവരെ സഹായിക്കാൻ ചെന്നാല് നമ്മള് പെട്ടുപോകും. പാവം മുത്തശ്ശിയല്ലേടി. നീ പാവെന്ന് പറഞ്ഞോണ്ടിരുന്നോ? അവസാനം അവർ നമ്മുടെ തലയിലാവും. വഴി കിടക്കുന്ന വയ്യ വേലിന്ന് എടുത്ത് തലയെ വെക്കാൻ നോക്കണ്ട. വാ, നമുക്ക് പോവാം. ഞാനില്ല, നിങ്ങൾ പൊക്കോ. ഞാൻ ഇവരെ സഹായിച്ചിട്ടേ വരുന്നുള്ളൂ. നിങ്ങൾ എന്നാ ക്ഷേത്രത്തിൽ പൊക്കോളൂ. ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആരെന്ത് ചോദിച്ചാലും ഉടനെ ചെന്ന് സഹായിക്കും. വേഗം അങ്ങ് വന്നേക്കണം. എന്ത് പറ്റി മുത്തശ്ശി? എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമില്ല മക്കളെ. ഇവിടെ നാഗപുരത്തൊരു ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ പോയി ദർശനം നടത്തി ആ പുണ്യം കിട്ടുമെന്ന് ആരോ പറഞ്ഞു കേട്ടു. പക്ഷെ എനിക്ക് നടക്കാനാവുന്നില്ല. പ്രായം ഒരുപാടായില്ലേ. ആരുടെ സഹായം ഇല്ലാതെ എനിക്ക് നടക്കാനാവില്ല. എന്നെ കൈപിടിച്ചൊന്ന് അവിടെ വരെ കൊണ്ടുപോകാവോ? ശരി. നിനക്ക് നല്ലത് വരുമ്പോളെ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. ദീർഘായുസായിരിക്കട്ടെ. നീയും നിന്റെ കൂട്ടുകാരികളും കൂടി ഈ സമയത്ത് ഒരു പേടിയില്ലാതെ ഈ വഴിയിലൂടെ ഇത് എങ്ങോട്ട് പോവാ? നാളെ നാഗചതുർത്ഥിയല്ലേ മുത്തശ്ശി? നാളത്തെ ദിവസം നാഗക്ഷേത്രത്തിലെ പുറ്റിന് പൂജ ചെയ്താ നല്ലതാണെന്നാ കേക്കുന്നേ. അത് നല്ല കാര്യം. പക്ഷേ രാത്രിയിൽ ഈ നേരത്ത് ഇവിടെ ആരും കറങ്ങി നടക്കാൻ പാടില്ലല്ലോ. അത് പൗർണമി രാവിന് മാത്രമാണ് മുത്തശ്ശി. സാധാരണ ദിവസം അങ്ങനെയല്ല. അതെയോ? ശരി, വരൂ.